സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയതിന് പിടിയിലായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനെ ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടി എറണാകുളത്ത് എത്തിച്ചു. ജോഷിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1,20,00,000 രൂപ മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളും ഉൾപ്പെടെയാണ് ഇയാൾ കൊള്ളയടിച്ചത്. ഇവ പൂർണ്ണമായും കണ്ടെടുക്കാനായി എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ അറിയിച്ചു. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജ്വല്ലറി ഓണറിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ. ആ വാഹനം പ്രൈവറ്റ് വാഹനമാണ്. പക്ഷേ ബോർഡ് എന്ന് പറയുന്നത് സീതാമർസി എന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ ബോർഡായിരുന്നു. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർസി, ബീഹാറിലെ. ഇവിടെ കൊള്ളയടി നടത്തിയതിനു ശേഷം ഇയാൾ വിമാനമാർഗം സംസ്ഥാനം വിടുകയായിരുന്നു. ഈ കേസിൽ പിടിയിലായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ മോഷണം ഇയാൾ വെളിപ്പെടുത്തിയത്. അതേസമയം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തുന്നതിന് മുൻപ് 3 വീടുകളിൽ, പനമ്പള്ളി നഗറിൽ തന്നെയുള്ള 3 വീടുകളിൽ ഇയാൾ മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരിടത്തും ഇയാൾക്ക് കയറിപ്പറ്റാനായില്ല. അതുകൊണ്ട് ആ 3 ശ്രമങ്ങളും ഉപേക്ഷിച്ച് പിന്നീടാണ് ജോഷിയുടെ വീട് തിരഞ്ഞെടുത്തത്. ഇത്തരത്തിൽ ജോഷിയുടെ വീട് തിരഞ്ഞെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു. മോഷണത്തിൽ അതിവിദഗ്ധനാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഏത് പൂട്ടും പൊളിക്കുന്ന അല്ലെങ്കിൽ ഏത് അലമാരിയും തുറക്കുന്ന ഒരാൾ എന്നാണ് മറ്റ് മോഷണ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇയാളെക്കുറിച്ച് പോലീസിന് ലഭിക്കുന്ന വിവരം. 6 സംസ്ഥാനങ്ങളിലായി 19 കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇയാളുടെ ഭാര്യ ബീഹാറിലെ സീതാമർസിയിൽ ഒരു പഞ്ചായത്ത് അംഗമാണ്. അവരുടെ ബോർഡാണ് ഇയാൾ കാറിൽ ഉപയോഗിച്ചിരുന്നത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പനമ്പള്ളി നഗറിൽ മോഷണം നടത്തി ഇയാൾ കർണാടകയിലേക്ക് കടക്കുന്നു. പനമ്പള്ളി നഗർ മുതൽ കേരള അതിർത്തി വരെയുള്ള ഒരിടത്തും തന്നെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാഹന പരിശോധനകൾ ഒന്നും ഉണ്ടായില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇലക്ഷൻ കാലമായതുകൊണ്ട് അത്തരം പരിശോധനകൾ ഉൾപ്പെടെയുള്ളതാണ്. ഇത്രയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പിടികൂടേണ്ടതാണ്. പക്ഷേ അത്തരം പരിശോധനകളൊന്നും ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇയാളെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് ജോഷിയാണ് റോബിൻഹുഡ് എന്നുള്ള പേരിൽ ഒരു സിനിമ ഇറക്കിയത്. ഒരു ATM കൊള്ള നടത്തുന്ന ഒരു മോഷ്ടാവിൻ്റെ കഥയായിരുന്നു ഇത്. അത്തരത്തിലുള്ള ഒരു ചിത്രമെടുത്ത സംവിധായകൻ്റെ വീട്ടിൽ തന്നെയാണ് മുഹമ്മദ് ഇർഫാനെ പോലുള്ള ഒരു റോബിൻഹുഡ് കടന്നു കയറിയത്. അയാളെ പിടികൂടാനായി എന്നതാണ് പോലീസിൻ്റെ ആശ്വാസം.